ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 വേർഡ്സ് വെർബാണ്. അപ്പൊ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. 2 വേർഡ്സ് വെർബ് എന്താണ്? 2 വേർഡ്സ് വെർബ് എന്ന് വെച്ചാൽ നമ്മളൊരു വേർഡ്, അതായത് ചെറിയ 2 വേർഡ് നമ്മൾ എഴുതും. പിന്നെ അതിന്റെ മീനിങ് എന്താണ് വരുന്നത്, എക്സാക്ട്ലി നമ്മൾ എന്താ അത് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇത് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. കാരണം ഓരോരുത്തരും എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ സംശയം ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ 2 വേർഡ് വെർബ് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആദ്യത്തെ വേർഡ് വന്നിട്ട് ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് എന്ന് വെച്ചാൽ ടു മെൻഷൻ ഓർ റേസ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുവരിക. ടു ബ്രിങ് അപ്പ്, നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനൊരു കംപ്ലൈന്റ് റേസ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ല. അതിന് മുൻകൈ എടുത്ത് നമ്മൾ ചെയ്യുന്നതിനാണ് ടു ബ്രിങ് അപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോൾ ഓഫ് ടു ക്യാൻസൽ. കോൾ ഓഫ് എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും കാരണമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ്, പെട്ടെന്ന് നമുക്ക് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സപ്പോസ് നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മാച്ച്, ദ മാച്ച് വാസ് കോൾഡ് ഓഫ് ബിക്കോസ് ഓഫ് റെയിൻ. ഇപ്പൊ മാച്ച്, അതായത് മഴ പെയ്തത് കൊണ്ട് ക്രിക്കറ്റ് കളി നടന്നില്ല, അത് ക്യാൻസൽ ആയി. നമ്മൾ പെട്ടെന്ന് അങ്ങനെ കേൾക്കത്തില്ലേ? ഇപ്പൊ നമ്മൾ യാത്ര പോവാണ്, അപ്പൊ നമുക്ക് യാത്ര പോകാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താ, അവിടെ മഴ പെയ്തിട്ട് മണ്ണിടിച്ചിലും അങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ആ റൂട്ടിലേക്കുള്ള ബസ്സൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കത്തില്ല. അപ്പൊ നമുക്ക് അതാണ് കോൾ ഓഫ് ഓർ ടു ക്യാൻസൽ. ഇനി മൂന്നാമത്തെ വന്നിട്ട് ക്യാരി ഓൺ ടു കണ്ടിന്യൂ. ക്യാരി ഓൺ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മാത്രമായിരിക്കത്തില്ല, നമ്മൾ 3 പേരുണ്ടാവും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് പോകണം. അപ്പൊ ബാക്കി 2 പേരും കൂടി ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരോട് പറയാം, ഓക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ഞാൻ എന്നാ ഇറങ്ങട്ടെ, ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, നിങ്ങൾ എന്നാ സംസാരിക്കുകയും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്യാരി ഓൺ അല്ലെങ്കിൽ ടു കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇനി നാലാമത്തെ കം അക്രോസ്, ടു ഫൈൻഡ് ഓർ എൻകൗണ്ടേഴ്സ്. നമ്മൾ ഓരോ എൻകൗണ്ടേഴ്സിനെ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ നാലാമത്തേത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഷീ ഫൗണ്ട് ദി വെബ്സൈറ്റ് ആൻഡ് നമ്മളൊരു കാര്യമുണ്ട്, നമ്മളത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ ദ ബൈ, നമ്മൾ ആഗ്രഹിച്ച ഒരു പാട്ട്, നമ്മൾ വേറെ എന്തെങ്കിലും സോങ് സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും നമുക്ക് ഈ ഒരു പാട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. കാരണം നമ്മൾ സെർച്ച് ചെയ്യാൻ പോയ സോങ് വേറെയാണ്, പക്ഷെ നമുക്ക് കിട്ടും. നമ്മൾ ഒത്തിരി കാത്തിരുന്ന് ഈ പാട്ട് നമ്മൾ കുറെ സെർച്ച് ചെയ്ത് മടുത്ത് നമ്മൾ ഇനിയും കിട്ടത്തില്ല എന്ന് നമ്മൾ വിട്ട ഒരു കേസ് നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്കൊരു സന്തോഷം. ഇപ്പൊ നിങ്ങൾക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടാന്ന് വെച്ചോ, ഇപ്പൊ നമ്മൾ വിചാരിക്കുക, അഡ്മിഷൻ ഇനി എന്തായാലും കിട്ടത്തില്ല, നമ്മൾ തള്ളിക്കളയാണ്. ഇനി അത് പ്രതീക്ഷിക്കുന്നതാണ്. പെട്ടെന്നൊരു കോൾ വേണം, എനിക്ക് ഈ കോളേജ് അഡ്മിഷൻ ഓക്കെ ആണ്, റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ നാളെ തന്നെ വന്ന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തരണം എന്ന് പറയുമ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതേപോലെയാണ് കം അക്രോസ്, ടു ഫൈൻഡ് എ എൻകൗണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ശരിക്കും നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന പോലെയാണ്. ഇനി അടുത്തത് കട്ട് ഓഫ്. കട്ട് ഓഫ് എന്ന് വെച്ചാൽ ടു ഡിസ്കണക്ട് ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം, അതായത് നമ്മളിപ്പോ കട്ട് ഓഫ്, ഡിസ്കണക്ട് ഓർ സ്റ്റോപ്പ് സപ്ലൈ ഓർ സംതിങ്, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക. അങ്ങനെയാണ് കട്ട് ഓഫിന്റെ ഇത് വരുന്നത്, ഡിസ്കണക്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോൾ കട്ട് ചെയ്യാറുണ്ട്, പെട്ടെന്ന് സഡനായിട്ട് കട്ട് ചെയ്യും നമ്മൾ. അപ്പൊ അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ ആറാമത്തെ ഫിഗർ ഔട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ മനസ്സിലാക്കി തന്നെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നിട്ടോ ഇതാണോ പ്രശ്നം വേണ്ടി നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഒരു കാര്യം നമ്മൾ മുന്നിട്ടിറങ്ങി നമ്മൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം, എന്തുവാ ഇഷ്യൂ എന്നുള്ളത്, എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി നമ്മൾ അത് സോൾവ് ചെയ്യുന്ന പോലെയാണ്. ഇനി ഏഴാമത്തെ ഗെറ്റ് അലോങ് ടു ഹാവ് എ ഗുഡ് റിലേറ്റീവ്സ്. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും കാര്യമുണ്ട്, അതായത് ഗെറ്റ് അലോങ്, നമ്മുടെ കൂടെ വരാം. ടു ഹാവ് എ ഗുഡ് റിലേറ്റീവ്, നമുക്ക് നല്ല നല്ല റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് കൂടുതലായിട്ടും കിട്ടും. ടു ഹാവ് എ ഗുഡ്, നല്ല കാര്യങ്ങൾക്ക് കിട്ടുന്ന വേണ്ടി ഗെറ്റ് അലോങ്. പിന്നെ ഗീവ് ബാക്ക് ടു റിട്ടേൺ. ഗീവ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മളത് പുറത്തേക്ക് കൊടുക്കുകയാണ്. ഗീവ് ബാക്ക് നമ്മൾ കൊടുക്കുകയാണ്, ഒരു കാര്യം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്, റിട്ടേൺ ചെയ്യാണ്. അതായത് നമുക്കിനി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഹോൾഡ് ഓൺ ടു വർക്ക്. ഹോൾഡ് ഓൺ ടു വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ
എന്താ നമ്മളിപ്പോ ഹോൾഡ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്തെങ്കിലും ജോലി നമ്മൾ ചെയ്യുക, നമ്മൾ ഹോൾഡ് ഓൺ, ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിളിക്കുകയാണ്. അപ്പൊ ആ വിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ പറയാണ്, ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഓൺ ജസ്റ്റ് എ മിനിറ്റ് എന്നൊക്കെ വേണ്ടി പറഞ്ഞിട്ട് അവർ നമ്മളെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെ കോൾ ഹോൾഡ് ചെയ്താറുണ്ട്. അതുപോലെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് വന്ന ഹോൾഡ് ഓൺ ടു വെയിറ്റ്, നമ്മളത് കഴിഞ്ഞു. ഇനി അടുത്തത് 10ാമത്തെ കീപ്പ് അപ്പ് ടു മെയിൻറ്റെയിൻ. കീപ്പ് അപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിപ്പോ സ്കൂളിലാണെങ്കിൽ ടീച്ചർമാർ പറയുന്ന പോലെ നമ്മളൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോവാണ്, അപ്പൊ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ, കീപ്പ് അപ്പ്, വെൽ ഡൺ, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്ന രീതിയിൽ നമ്മളിപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഇപ്പൊ കുട്ടികളുടെ കേസിൽ വരുവാണെങ്കിൽ അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ ടീച്ചർമാർ പറയും, നീ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ചിലപ്പോൾ അതിന് മുന്നേ കുറച്ച് മോശമായിരിക്കാം, അതിനുശേഷം അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അപ്പൊ അവരോട് പറയാണ്, നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക, വെൽ ഡൺ ചെയ്യുക, കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ പോവുക, അപ്പൊ നീ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും, വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അപ്രൈസ് ചെയ്യുന്ന പോലെ, ഗുഡ്, അങ്ങനത്തെ അതാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, കീപ്പ് അപ്പ്, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നാണ്. ഇനി 11ാമത്തെ ലുക്ക് അപ്പ് ടു റീച്ച് ഓർ അഡ്മയർ. ലുക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കുക, ടു റീച്ച് നമ്മുടെ ഒരു പൊസിഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലുക്കപ്പ് ചെയ്യുക, അതാണ്. പിന്നെ മേക്ക് ഓവർ ടു ട്രാൻസ്ഫോമർ, നമ്മൾ എന്തെങ്കിലും കാര്യം മേക്ക് ഓവർ ചെയ്യുക, അതായത് ദ വെബ്സൈറ്റ് വാസ് റീഡിസൈൻ ആണ്. ഇപ്പൊ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ഒരു 6 months ബാക്ക് നമ്മൾ സെർച്ച് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം, നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുക്കുക, യൂട്യൂബിൽ നേരത്തെ വന്നതുപോലെ ആയിരിക്കത്തില്ല, ഇപ്പൊ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. നേരത്തെ വന്ന പോലെ ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്, ഇപ്പൊ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ വരും. ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നമുക്ക് ഓരോ ദിവസം കഴിയുന്നവരും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആയിരിക്കത്തില്ല. അപ്പൊ അതില് ഒരുപാട് മാറ്റങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി അത് റീഡിസൈൻ ചെയ്ത് നല്ല രീതിയിലാക്കാനായിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ മാറ്റങ്ങളാണ് ഇവിടെ അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി 13ാമത്തെ പേ ഓഫ് ടു സെറ്റിൽ. പേ ഓഫ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളുടെ കാര്യം, അതായത് ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു, അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തി, അപ്പൊ അതിന്റെ ബാക്കി പൈസ സെറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ വരെ സെറ്റിൽ ചെയ്യുക. ആ പൈസ നമ്മൾ ബാക്കി മൊത്തം കൊടുത്തു തീർക്കുക, സെറ്റിൽ ചെയ്യാനായിട്ടാണ് പറയുന്നത്. പിന്നെ 14ാമത്തെ പുട്ട് അവേ ടു സ്റ്റോർ. പുട്ട് അവേ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് പുട്ട് അവേ, നമ്മളത് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, ഒരു പ്ലേസിലോട്ട് നമ്മൾ പുട്ട് അവേ ടു സ്റ്റോർ, എന്തെങ്കിലും കാര്യം സ്റ്റോർ ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മൾ എന്താ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പറയത്തില്ല, ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക, ആവശ്യം വരും, ഭാവിയിൽ നമുക്ക് എന്തായാലും ആവശ്യം വരും. സോ അപ്പൊ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത് റൺ ഔട്ട് ടു ഡിപ്ലീറ്റ്. റൺ ഔട്ട് എന്ന് വെച്ചാൽ ടു ഹാവ് നോ മോർ ലെഫ്റ്റ്, എന്ന് വെച്ചാൽ ഇനി ഇല്ല, അവർക്ക് മുന്നോട്ട് ഇനി ഇല്ല. സോ അപ്പൊ ഇനി അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ റൺ ഓഫ്, ഇനി അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ മുന്നോട്ട് അതില്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, റൺ ഔട്ട് ടു ഡിപ്ലീറ്റ്, അതായത് ഡിപ്ലീറ്റ് ചെയ്യാം, മുന്നോട്ട് ഇനിയില്ല, അവർ സ്റ്റോപ്പ് ആവുകയാണ്. നോ മോർ ലെഫ്റ്റ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഗെയിം കളിക്കാൻ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇതൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്വിസ് കോമ്പറ്റീഷൻ, ലൈഫ് ലൈൻ ഒക്കെ നമ്മൾ തരത്തില്ല, 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നുമില്ല, ആരുടെയും സഹായം ചോദിക്കാൻ, നമ്മൾ തന്നെ കളിക്കണം, നമ്മുടെ 3 ലൈൻസും തീർന്നു കഴിഞ്ഞു. അതുപോലെ അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 16ാമത്തെ സെറ്റ് അസൈഡ് ടു സേവ്. സെറ്റ് അസൈഡ് എന്ന് വെച്ചാൽ അതിന് സൈഡിലേക്ക് വെക്കുക, അതായത് അതിന് സേവ് ചെയ്യുക, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സേവ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്, അല്ലെങ്കിൽ ഡേറ്റ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാറുണ്ട്. എന്നാലെല്ലാം നമുക്ക് പിന്നീട് അത് ആവശ്യം വരുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്യുന്ന പോലെ. പിന്നെ ടേക്ക് ഓവർ റെസ്പോൺസിബിലിറ്റി. ടേക്ക് ഓവർ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കുക, ഒരു കാര്യത്തിന് ഇറങ്ങി മുന്നിൽ തിരിച്ച്. ഇപ്പൊ നമ്മൾ ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ല, അവർ തന്നെ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കല്യാണം മംഗളമാക്കാന്നാണ് അവരുടെ ജോലി. അപ്പോൾ അവർ എന്തൊക്കെ ഡെക്കറേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും അവർ ഈക്വൽ ആയിട്ട് 1 by 1 ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഉത്തരവാദിത്തം മീൻസ് റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലുള്ള ചുമതല ഏറ്റെടുക്കുക. പിന്നെ 18ാമത്തെ ടേൺ ഡൗൺ, അതായത് ടു റിജക്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ നമ്മൾ പറ്റത്തില്ല എന്ന് പറയും, റിജക്ഷൻ ചെയ്യാം.
നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ചെയ്തു, അത് ശരിയായില്ല എങ്കിൽ നമ്മുടെ MD പറയും, അല്ലെങ്കിൽ ഈ ചെയ്ത് ശരിയായില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓർഡർ കിട്ടാനുണ്ട്. ഇപ്പൊ നമ്മൾ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം കൊണ്ട് അവിടെ റിജക്ഷൻ വരിക അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മള് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം, നമ്മൾ കടയിൽ പോയിട്ട് നമ്മളൊരു ഇത് എന്താ പറയാ തുണി പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡാമേജ് പീസ് കണ്ടാൽ നമുക്കത് പ്രശ്നമാവും. അപ്പൊ നമ്മള് ഷോപ്പ് കീപ്പറിനോട് പോയിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾ ഈ ഡാമേജ് പീസ് ആണോ ഞങ്ങൾക്ക് തരുന്നത്, അങ്ങനെ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മൾ എവിടുന്നാണോ വാങ്ങിയത് നമ്മൾ അവിടെ പോയിട്ട് ഈ സാധനം റിട്ടേൺ കൊടുക്കുക, റിജക്ഷൻ ചെയ്ത് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട്, അതാണ് റിജക്ഷൻ. പിന്നെ 19ാമത്തെ വർക്ക്ഔട്ട് ടു എക്സസൈസ്. നമ്മൾ ഡെയിലി വർക്ക്ഔട്ടും കാര്യങ്ങളും ചെയ്യുക, എക്സസൈസ് ചെയ്യുക. വർക്ക്ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റാണ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ 20ാമത്തെ ആസ്ക് അറൗണ്ട്, സീക്ക് ഇൻഫോർമേഷൻ. ആസ്ക് അറൗണ്ട് നമ്മൾ ചുറ്റും ഒക്കെ ചോദിക്കുക. ഇപ്പൊ നമ്മൾ സ്ഥലത്ത് വന്നു, നമുക്ക് സ്ഥലം അറിയത്തില്ല, നമ്മൾ ആ സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇൻഫർമേഷൻസ് തേടുക, ഒരാളോട് പോയി ചോദിക്കുക ഈ സ്ഥലത്തോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വീട് കാണാൻ വന്നു, അപ്പൊ ആ വീടിനെ പറ്റി നമ്മൾ അറിയും, വീട് എങ്ങനെയുണ്ട്, ഇത് മേടിക്കാൻ കൊള്ളാവോ, മുമ്പ് താമസിച്ച ആരാണ്, അങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതാണ്. ഇനി 21ാമത്തെ ബാക്ക് അവേ, വിത്ഡ്രോ. ബാക്ക് അവേ എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു മേടിക്കുക, എന്തെങ്കിലും കാര്യം വിത്ഡ്രോ ചെയ്യാം. നമുക്ക് ഇപ്പൊ നമ്മൾ FD ഇട്ടു ബാങ്കിൽ, നമ്മുടെ ആ കാലഘട്ടം നമുക്ക് എപ്പോ ആവശ്യമുണ്ട് നമ്മൾ തിരിച്ചെടുക്കുക, നമുക്കിത് വേണ്ട മതി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണ്, അതാണ് ബാക്ക് അവേ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. വിളിക്കുമ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സീ യു.